മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഒരു യുവാവിനെ അടിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ്. തിരുവല്ലം വണ്ടിത്തടം സ്വദേശി സുമനാണ് കൊല്ലപ്പെട്ടത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്ക് ആ സംഭവവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളായ അനന്തു, അച്ചു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാറിലെ തർക്കമാണ് ഇതിനിടയാക്കിയത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി ഒന്ന് കാണിക്കാം. അല്പം ബ്ലർ ചെയ്ത് മാത്രമേ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ സാധിക്കൂ, കാരണം അത്ര ക്രൂരമാണ് ഈ മർദ്ദനം എന്നുള്ളതാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ആ ദൃശ്യങ്ങൾക്ക് ശേഷം ഈ യുവാവ് മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുൺ, എന്താണ് സംഭവിച്ചത്? നല്ല ക്രൂരമായ മർദ്ദനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. രഞ്ജിത്ത്, ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് ഈ മുക്കോലയുള്ള ഫോർട്ട് പാലസ് എന്ന ഈ ബാറിൽ ഇത്ര ക്രൂരമായ ഒരു കൊലപാതകം നടന്നത്. വിഷു ആഘോഷത്തിനെത്തിയ യുവാക്കളാണ്, വിഷു ആഘോഷത്തിന്റെ പേരിലെത്തിയ യുവാക്കളാണ് ഇത്തരത്തിൽ ഈ അതിക്രൂരമായ ഒരു കൊലപാതകത്തിന് ഇടയാക്കിയത്. പോലീസിന്റെ വിവരം ഇങ്ങനെയാണ്. അതായത് ഇന്നലെ രാത്രി സുമൻ, ബാലു, കൃഷ്ണൻ എന്നിവർ ഈ ബാറിൽ മദ്യപിക്കാൻ വന്നു. ആ മദ്യപിച്ചുകൊണ്ടിരിക്കെ അച്ചു എസ് ബാബു, സൂര്യജിത്ത് എന്നിവരുടെ സംഘവും ബാറിൽ വരികയും അവർ തമ്മിൽ അകത്തുവച്ച് വാക്കുതർക്കമാകുന്നു. ആ വാക്കുതർക്കമാണ് പിന്നീട് കൊലപാതകത്തിലേക്കൊക്കെ നയിക്കുന്നത്. ബാർ 12 മണിക്ക് അടച്ച ശേഷം ഇവർ പുറത്തിറങ്ങുകയും ബാബുവും സുമനും തമ്മിൽ ആദ്യം കയ്യേറ്റമുണ്ടാവുകയും ചെയ്തു. അത് അടിയായി മാറി. അതിനുശേഷം അച്ചു അനുജൻ അനന്തുവിനെ ഇവിടെ വിളിച്ചു വരുത്തുകയായിരുന്നു. ഇരുവരും ചേർന്ന്, അച്ചുവും അനന്തുവും സഹോദരങ്ങളാണ്, അവർ ചേർന്ന് സുമനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. അവശനിലയിൽ അതിക്രൂരമായ മർദ്ദനം സുമനേറ്റു. അതിനുശേഷം ഒരു വാഹനം തട്ടിയാണ് സുമൻ വീണതെന്ന തരത്തിൽ പോലീസ് ആദ്യം ഇയാളെ വിഴിഞ്ഞം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. അവിടെ എത്തുമ്പോൾ തന്നെ ഇയാൾ മരിച്ചിരുന്നു. അച്ചു എസ് ബാബു, അനന്തു എന്നിവരെ, അതായത് സഹോദരങ്ങളെ, സുമനോടുമുണ്ട് ലാലു കൃഷ്ണൻ എന്നയാളെയും പോലീസ് ഇന്നലെ തന്നെ കസ്റ്റഡിയിലെടുത്തു. 3 പേരും കസ്റ്റഡിയിലുണ്ട്. അവരുടെ ചോദ്യം ചെയ്തതിലാണ് ഈ സഹോദരങ്ങളാണ് ഇയാളെ കൊന്നത് എന്ന വിവരത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. ഏതായാലും രാത്രി തന്നെ ഇവിടുന്ന് മൃതദേഹമൊക്കെ ഇവിടുന്ന് മാറ്റിയിരുന്നു. ഈ ബാർ ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഏതായാലും ഒരു വിഷു ആഘോഷിക്കാനെത്തിയ യുവാക്കൾ, വിഷു ആഘോഷിക്കാൻ എന്ന പേരിലെത്തിയ യുവാക്കൾ ബാറിനുള്ളിൽ തർക്കമുണ്ടാവുകയും നിസ്സാരമായ വാക്കുതർക്കമാണ് പിന്നീട് അതിക്രൂരമായ മർദ്ദനത്തിലേക്കും അത് കൊലപാതകത്തിലേക്കുമൊക്കെ കലാശിച്ചത്. വിഴിഞ്ഞം സമീപമാണ് മുക്കോല, ദേശീയപാതയ്ക്ക് സമീപമുള്ള ബാറാണത്. അവിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം. നേരത്തെ പലപ്പോഴും ഇവിടെ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള ബാറാണ്. അവിടെയാണ് ഇന്നലെ 2 സംഘങ്ങളായി എത്തി യുവാക്കൾ എത്തുകയും മദ്യപിക്കാനെത്തുകയും അതിനുശേഷം ഇതൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതും. ഏതായാലും പോലീസ് പ്രതികളെ രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വൈകാതെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇവരെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുകയും ഒക്കെ ചെയ്യും. ഏതായാലും പോലീസ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് ആശ്വാസമാണ്. ഇപ്പോഴും പോലീസ് സന്നാഹം ഇവിടെയുണ്ട്. മറ്റ് തെളിവെടുപ്പും മറ്റും വൈകാതെ ഉണ്ടായേക്കും. പ്രതികൾ 2 കസ്റ്റഡിയിലുണ്ട്. ഇവരെ മെഡിക്കൽ പരിശോധന ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നതോടുകൂടി സ്വാഭാവികമായും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം മറ്റ് നടപടികളിലേക്കും പോലീസ് വൈകാതെ കടക്കും. ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി ഒന്ന് കാണിക്കാം. അരുണ, അതിക്രൂരമായി ഉള്ള ദൃശ്യങ്ങൾ. അതിനുശേഷം അവർ വെല്ലുവിളിക്കുന്നതും മറ്റും കാണാം. ഈ ഇവര് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ആണ് എന്നുള്ള സൂചനകളുണ്ടോ? ഒപ്പം മുഖത്ത് ചവിട്ടുന്നു, കൈകൊണ്ട് മുഖത്ത് ഇടിക്കുന്നു, മരണം ഉറപ്പാക്കുന്നു. യഥാർത്ഥത്തിൽ ഇവർ നേരത്തെയും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളാണോ? മനസ്സിലായോ? എന്തിനാ മനസ്സിലായോ? ആരോട്? അരുൺ അവിടെ തുടരുന്നുണ്ട്. ഏതായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാൾ മരണപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ഗൗരവതരമായ ഒരു സംഗതിയാണ്. പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.